തൽക്കാലത്തേക്ക് ഇറാനെ ഒരു വിപത്തായി അവതരിപ്പിച്ച് ഇറാനെ പരമാവധി ഇറാന്റെ കേപ്പബിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചറൽ കേപ്പബിലിറ്റീസ്, മിലിറ്ററി പൊട്ടൻഷ്യൽ തകർക്കാൻ കഴിയും. പക്ഷേ ഇറാൻ എന്ന രാജ്യം അവിടെ നിലനിൽക്കും. അതുകൊണ്ടാണ് ഇതൊരു മറ്റൊരു രീതിയിൽ ഇറാനിൽ തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ക്രമം ഉണ്ടാക്കണമെങ്കിൽ ആകാശത്ത് നിന്നുകൊണ്ട് അത് സാധ്യമാവുമോ എന്നതാണ്. അവിടാണ് ബൂട്ട് ഓൺ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ. തറയിൽ സൈന്യം കാലുകുത്തി അവിടെ നീങ്ങി. അങ്ങനെയാണ് മുൻകാലങ്ങളിൽ ഇറാഖ് യുദ്ധത്തിൽ അങ്ങനെ ആയിരുന്നല്ലോ. സദ്ദാം ഹുസൈനെതിരെയുള്ള യുദ്ധത്തിൽ ആകാശയുദ്ധം വിജയിച്ചതിന് ശേഷം ട്രൂപ്പുകൾ കരയിൽ ഇറങ്ങി. അഫ്ഗാനിസ്ഥാനിലും അങ്ങനെയാണ്, ആകാശയുദ്ധം ജയിച്ചതിന് ശേഷം കരയിലേക്ക് പ്രവേശിച്ചു. ഗാസയിലും അങ്ങനെയാണ്, ആകാശയുദ്ധം ജയിച്ചതിന് ശേഷം കരയിലേക്ക് പ്രവേശിച്ചു. ഈ മൂന്നിടത്തും കരയിലേക്ക് പ്രവേശിച്ചിട്ട് എന്താണ് സംഭവിച്ചത്? ഗാസയിൽ കരയിലേക്ക് പ്രവേശിച്ചു, 2.5 വർഷം നീണ്ടുപോയി. അപ്പോഴും ഹമാസിനെ പൂർണ്ണമായി തകർക്കാൻ ഹമാസ് വിമുക്ത ഗാസ സാധ്യമായിട്ടില്ല ഇതുവരെ. ഒരു സമാധാന പ്രക്രിയയിൽ ഇപ്പോൾ നിൽക്കുന്നു, കഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? 20 വർഷത്തോളം ഒരു അധിനിവേശം സൈന്യങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടം, ഹമീദ് കർസായി ഭരണകൂടം ഉണ്ടായിരുന്നു. അവസാനം അമേരിക്കയ്ക്ക് അവിടം വിട്ട് വെള്ളിത്താനത്തിൽ വെച്ച് അഫ്ഗാന്റെ ഭരണകൂടം താലിബാന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതാ പുതിയൊരു താലിബാൻ 2.0 എന്ന രീതിയിൽ പുതിയ ഭരണകൂടത്തിനെ സമർപ്പിച്ചിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. ഇറാഖ് ആകമാനം കൈവിട്ടുപോയി. സദ്ദാം ഹുസൈനെ കൊല ചെയ്തു. ജൈവായുധങ്ങൾ ഉണ്ടായിരുന്നു, രാസായുധങ്ങൾ ഉണ്ടായിരുന്നു, അതീവ വിനാശകാരിയുമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. സദ്ദാം ഹുസൈന് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്ന എലീറ്റ് സേന വലിയ വിപത്താണ്. ഷിയാക്കളെ കൊന്നൊടുക്കി, തെക്ക് വടക്ക് കുർദുകളെ കൊന്നൊടുക്കി. അതുകൊണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനം. ഇതൊക്കെ ഭാഗികമായി ശരിയായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ യുദ്ധം ജയിച്ച്, ആകാശങ്ങളിൽ യുദ്ധം ജയിച്ച് ആർമി തറയിലിറങ്ങി പരിശോധിച്ച് നോക്കിയപ്പോൾ രാസായുധങ്ങളുമില്ല, ജൈവായുധങ്ങളുമില്ല. ഇറാഖിന് ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന പല കേപ്പബിലിറ്റീസും അവിടെ ഇല്ലായിരുന്നു. ആടുമില്ല, ആട് കിടന്നെടുത്ത് രോമവുമില്ല എന്ന അവസ്ഥയായി. അവസാനം എന്താണ്? ഇറാഖ് സംഘങ്ങളിലേക്ക് പോയി. ആണവായുധങ്ങളാണ് ശേഖരമുണ്ട് എന്നുള്ള നിലയ്ക്കാണല്ലോ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ പുറപ്പാട്. അത് ഏത് യുദ്ധത്തിനും ഒരു കാരണം ഉണ്ടാകണമല്ലോ. ഇവിടെ ആണവ ആയുധങ്ങളാണ് കാരണമായി പറയുന്നത്. എന്തെങ്കിലും കാരണം പറയാതെ ഈ ആണവായുധങ്ങൾ ഇറാനുണ്ട്, അത് ഇറാന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കില്ല, ഇറാൻ അത് ഉപയോഗിച്ചാൽ ഇസ്രയേലിനും അറബ് രാജ്യങ്ങൾക്കും സർവനാശം. അതുകൊണ്ട് ഇറാന്റെ കയ്യിലെ ആണവ ശേഖരം അത് വെപ്പൺ ഗ്രേഡിലേക്ക് മാറുന്ന യുറേനിയം 235 സമ്പുഷ്ടീകരിച്ച് 60% അത് വലിയ കുഴപ്പമില്ല. അത് 90% ആയിക്കഴിഞ്ഞാൽ ആണവ പോർമുനകൾ ഘടിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇറാൻ ആ മേഖല അടക്കി വാഴും. ഇറാനെ പിന്നെ തൊടാനാവില്ല. ഇപ്പോൾ നോർത്ത് കൊറിയയെ തൊടാനാവില്ല എന്ന് പറയുന്നത് പോലെ ഇറാനെ തൊടാനാവില്ല. അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇസ്രായേൽ മാത്രമല്ല അറബ് രാജ്യങ്ങൾക്കും. ഇതാണ് നറേറ്റീവ്.